പറഞ്ഞ മനസ്സിലാവാത്ത എന്താ? ഇങ്ങനെ വഴക്കിട്ട് ഇവിടുന്ന് പോകുന്നത് ശരിയാണോന്ന് അമ്മ തന്നെ ആലോചിച്ച് നോക്ക്. എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. ആരോടും പറയാതെ ഇവിടുന്ന് പോയാ അത് ശരിയാവില്ല അമ്മേ. പറയാതെ പോണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറയേണ്ടവരോടൊക്കെ നിന്റെ അച്ഛൻ പറഞ്ഞോളൂ. അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മ ഇവിടുന്ന് വഴക്കിട്ട് പോയാ അമ്മായിക്കും അമ്മാവിനും ഒക്കെ എന്തുമാത്രം വിഷമാവും. വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ കൂടി ഉണ്ടാക്കണോ? ഇന്ദു, നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്നതാ പ്രശ്നം. നമ്മൾ ഇവിടുന്ന് പോയാ ഇവിടെ ഉള്ളവർക്ക് സ്വസ്ഥതയും സമാധാനവും കാണും. നമ്മളായിട്ട് ആരുടെയും സ്വസ്ഥത നശിപ്പിക്കാൻ പാടില്ല. ജയശ്രീ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇക്കാര്യത്തിൽ നിങ്ങളൊന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഞാൻ എടുത്ത തീരുമാനം എന്തായാലും ഞാൻ മാറ്റില്ല. നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഇവിടെ നിന്നോ. ഞാൻ എന്റെ മോളുമായിട്ട് പൊക്കോളാം. എടി, എടുത്തിയാടി എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കാണിച്ചു വെക്കരുത്. ഇവിടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? കാർത്തിക്കിന്റെ വീട്ടുകാരുമായുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇവളെ അവിടെ നിർത്തിയിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. അതുവരെയെങ്കിലും നമുക്ക് ഇവിടെ താമസിക്കണം. അതിന്റെ ആവശ്യമില്ല. കാർത്തിക്കിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കണമെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിച്ചാ മതി. അതിനുവേണ്ടി ഇവിടെ കെട്ടിക്കേറി കിടക്കണ്ട. ഇവിടെ ഉള്ളവരുമായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ തന്നെ കാർത്തിക്കിന്റെ വീട്ടുകാരുമായിട്ടുള്ള നമ്മുടെ എല്ലാ പ്രശ്നവും തീരും. അത് അങ്ങനെ തന്നെ പറഞ്ഞൊഴിയണം. നമുക്കൊരാപത്ത് വന്നപ്പോ നമ്മളെ സഹായിക്കാൻ ഈ വീട്ടിലുള്ള ആരും ഉണ്ടായിരുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ നമുക്കും അവരെ വേണ്ട. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങനെയൊക്കെ പറയാൻ അമ്മയെ കൊണ്ട് കഴിയോ? ഉള്ള കാര്യം പറയാൻ എന്തിനാ മടിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് പോയാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. നിന്റെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നേരെ, ഞാൻ പാക്ക് ചെയ്ത് വെച്ചോളാം. ഇത്ര രാവിലെ ഇതാരാ വന്നിരിക്കുന്നേ? എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. സാർ അകത്തേക്ക് വരൂ. സാർ, കാര്യങ്ങൾ അറിയാനെന്ന് പറഞ്ഞ എന്ത് കാര്യങ്ങൾ അറിയാനുള്ളത്? എനിക്ക് ചിന്നുവിനെ കുറിച്ച് അറിയേണ്ടത്. ഓ, അപ്പോ വീണ്ടും അവൾ എവിടെയെങ്കിലും കയറി മോഷ്ടിച്ചു കാണുമല്ലേ? എന്റെ സാറേ, ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾക്ക് അവളുമായി യാതൊരു ബന്ധവുമില്ല. അവള് കള്ളിയാണെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാ. അവൾ എവിടെയെങ്കിലും പോയി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അങ്ങനെ പറഞ്ഞൊഴിയാൻ വരട്ടെ. ചിന്നു ഈ വീട്ടിൽ തന്നെയല്ലേ താമസിച്ചിരുന്നത്? താമസിച്ചിരുന്നു എന്നതൊക്കെ ശരിയാ. പക്ഷേ അവളുടെ സ്വഭാവം മനസ്സിലാക്കിയപ്പോ പിന്നെ ഞങ്ങൾ അവളെ നിർത്തിയില്ല. അപ്പോ നിങ്ങൾക്ക് അവളെ നന്നായിട്ട് അറിയാം അല്ലേ? പിന്നെ അറിയാതിരിക്കോ? അവൾ മുമ്പ് മോഷ്ടിച്ചിട്ടുണ്ടോ? പിന്നില്ലാതെ. അതല്ലായിരുന്നു അവളുടെ തൊഴിൽ. അപ്പോ നിങ്ങൾക്ക് ചിന്നുവിനെ കുറിച്ച് കുറെ ഏറെ കാര്യങ്ങൾ അറിയാല്ലേ? എനിക്ക് അവളെ കുറിച്ച് പലതും അറിയാം. പക്ഷേ ഞാനതൊന്നും സാറിനോട് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ചിന്നുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ പറഞ്ഞാൽ എനിക്കത് ഉപകാരപ്പെട്ടേക്കും. പിന്നെ ഞാൻ കേട്ടത് ചിന്നുവിനെ കൊണ്ട് ആരോ നിർബന്ധിച്ച് മോഷണം നടത്തിച്ചിരുന്നു എന്നാണ്. അവളെ പോലെ ഒരു പെരുങ്കള്ളിയെ കക്കാൻ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അവൾ അതങ്ങ് ചെയ്തോളും. കേൾക്കുമ്പോ ക്രൂരമായി തോന്നാം. എങ്കിലും സത്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ജാനകിയെ അന്തസ്സും ആഭിജാത്യമുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് പറഞ്ഞേക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളെപ്പോലെ ഒരു ഗതിയില്ലാത്ത ഒരുത്തൻ അവളെ കല്യാണം കഴിച്ചാൽ അതിലും വലിയ നാണക്കേടൊന്നും ഞങ്ങൾക്ക് വരാനില്ല. എന്നെ മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? അംബികടത്തേക്ക് എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലാന്ന് തോന്നുന്നു. എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. സത്യമായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്നലെ രാത്രിയില് ചിന്നു എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നിരുന്നു. നിങ്ങളുടെ വീട്ടിലോ? അതെ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് മോഷ്ടിക്കാനുള്ള മുതലൊക്കെ എന്റെ വീട്ടിലുണ്ട്. ഇദ്ദേഹത്തെ അറിയില്ലേ? ഇദ്ദേഹമാണ് ശ്രീറാം. വലിയ ബിസിനസ്സുകാരനാണ്. ചിന്നു എന്റെ വീട്ടില് മോഷ്ടിക്കാൻ കയറി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവള് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലത് ചെയ്തത്. അവളെ നിർബന്ധിച്ച് അങ്ങോട്ട് അയച്ചതാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ചിന്നു കള്ളിയാണെന്ന്. അതിന്റെ കാരണം ഒന്ന് അറിഞ്ഞാ കൊള്ളായിരുന്നു.
അത് നിങ്ങൾ വന്ന് വിവരം ഞാൻ പറഞ്ഞിട്ട് വരാം. എന്താ ഏട്ടാ, ദേ ഇവരെന്തോ ഒരു കാര്യം അറിയാൻ വേണ്ടിട്ട് വന്നതാ. ഏട്ടനൊന്ന് സംസാരിച്ചു നോക്ക്, ഞാൻ ഇപ്പൊ വരാം. നമസ്കാരം, എന്റെ പേര് ശ്രീറാം. ഓ നമസ്കാരം. ഏട്ടത്തി, ഏട്ടത്തി. ശ്ശോ. എന്താ അമ്പിയെ? ഏട്ടത്തി, ചിന്നുവിനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. എന്താ അമ്പിയെ നീ പറഞ്ഞത്? ചിന്നുവിനെ കുറിച്ച് വിവരം കിട്ടിയെന്നോ? അതെ, എങ്ങനെയാ പറ്റി ചിന്നുനെ കുറിച്ച് വിവരം കിട്ടിയ? അവളെ കുറിച്ച് വിവരം വന്ന് പറഞ്ഞതേ പോലീസുകാരാ. ദേ അവർ ഏട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുക. അയ്യോ, പോലീസ്? ആ, എടി നീ അങ്ങോട്ടേ പോകുന്നത്? നിനക്കൊരു ജോലി ഞാൻ വെച്ചിട്ടുണ്ട്. വാ ഇങ്ങോട്ട്. അച്ഛാ, ചിന്നുവിനെ കുറിച്ച് എന്ത് വിവരമാ കിട്ടിയത്? നമ്മുടെ ചിന്നു എവിടെയാ ഉള്ളത്? മോളെ, ഞാൻ ഇവരോട് സംസാരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവർക്ക് ചിന്നുവിനെ കുറിച്ച് കൂടുതൽ എന്തൊക്കെയാ അറിയണമെന്ന്. അതിനു വേണ്ടിയാ വന്നത്. ചിന്നു ഇന്നലെ രാത്രി ചിന്നു എന്റെ വീട്ടില് മോഷ്ടിക്കാൻ വന്നിരുന്നു. ചിന്നു മോഷ്ടിക്കാനായി വന്നിരുന്നോ? ഇല്ല, ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല. അയ്യോ, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. ചിന്നു മോഷ്ടിക്കില്ല എന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ചിന്നുവിനെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. അവള് മോഷ്ടിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ചിന്നുവിന് അത്രയ്ക്ക് വിശ്വാസമാണോ? അനുവിന് മാത്രമല്ല, ഈ വീട്ടിലെ ഓരോരുത്തർക്കും ചിന്നുവിന് അത്ര വിശ്വാസ. പക്ഷേ ഈ വീട്ടിൽ തന്നെയുള്ള ഒരാള് കുറച്ചു മുമ്പ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അവര് പറഞ്ഞത് ഇവിടെയുള്ള ആർക്കും ചിന്നുവിനെ വിശ്വാസം ഇല്ലാന്ന്. ആരാ ആരാ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്? അമ്മേ, ഇല്ല, എനിക്കറിയണം ആരാ ഇങ്ങനെ പറഞ്ഞതെന്ന്. എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇത് അംബിക തന്നെ പറഞ്ഞതായിരിക്കും. അവളെ ഇങ്ങനെയുള്ള വിവരക്കേടൊക്കെ എഴുന്നള്ളിക്കൂ. അമ്മേ പോട്ടെ, ഇനി അത് പറഞ്ഞ് വഴക്കൊന്നും വേണ്ട. ചിന്നുവിനെ കുറിച്ച് എന്ത് വിവരം പറയാനാ നിങ്ങൾ വന്നേ? അത് ഞാൻ പറഞ്ഞല്ലോ, ചിന്നു ഇന്നലെ എന്റെ വീട്ടിൽ വന്നിരുന്നു മോഷ്ടിക്കാൻ വേണ്ടിട്ട്. ഇല്ല, ഒരിക്കലും ഞങ്ങളുടെ ചിന്നു മോഷ്ടിക്കില്ല. ചിന്നുവിനെ പറ്റി എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിനയനെ പോയി കണ്ടത്. അപ്പോ വിനയൻ തന്നെയാ പറഞ്ഞത് ചിന്നുവിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കേ അറിയാവൂന്ന്. വിനയൻ എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. വിനയ,